കർണാടകയിൽ ദസറ തുടങ്ങിയിരിക്കുകയാണ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന മൈസൂർ ദസറയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ മൈസൂർ ദസറയെ കുറിച്ചും അതിന്റെ ഒരു ട്രിപ്പ് പ്ലാനിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒക്ടോബർ മാസം 3-ാം തീയതി ആരംഭിച്ച് 2024 ഒക്ടോബർ മാസം 12-ാം തീയതി അവസാനിക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് മൈസൂർ ദസറ എന്നറിയപ്പെടുന്നത്. ഇനി മൈസൂരിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് നോക്കാം. മൈസൂരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രധാനമായിട്ടും നമുക്ക് 3 മാർഗ്ഗങ്ങൾ തന്നെ ആശ്രയിക്കാവുന്നതാണ്. അതിൽ ഒന്ന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ബൈ റോഡ് മാർഗവും, പിന്നെ രണ്ടാമതായിട്ട് ട്രെയിൻ മാർഗവും, മൂന്നാമതായിട്ട് എയർ മാർഗവും. അപ്പൊ ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ബൈ റോഡാണ് നോക്കുന്നതെങ്കിൽ ഇപ്പൊ എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർക്കും എത്തിച്ചേരാനുള്ള വഴികളുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആളുകൾക്ക് NH-287 മൈസൂരിൽ എത്താൻ വേണ്ടി സാധിക്കും. ഇനി അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പോകുന്ന ആളുകൾക്കും ഇതേ സെയിം റൂട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇരിട്ടി വിരാജ്പേട്ട് വഴി മൈസൂർ എന്ന മറ്റൊരു റൂട്ട് കൂടെ ഉണ്ട്, അതുകൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കോഴിക്കോട് നിന്നും പോകുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റൂട്ട് എന്ന് പറയുന്നത് താമരശ്ശേരി, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ വഴിയുള്ള റൂട്ടാണ്. അതോടൊപ്പം തന്നെ മാനന്തവാടി കുട്ട വഴിയുള്ള റൂട്ടും മാനന്തവാടി നാഗർഹോള വഴിയുള്ള റൂട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂർ, ഗൂഡല്ലൂർ വഴി ഗുണ്ടൽപേട്ട് എത്തിപ്പോകുന്ന റൂട്ടും കോഴിക്കോട് നിന്നുള്ളവർക്ക് യൂസ് ചെയ്യണം. ഇനി മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലക്കാർക്ക് ഏറ്റവും ഉചിതമായ റൂട്ട് എന്ന് പറയുന്നത് നിലമ്പൂർ, ഗൂഡല്ലൂർ, നാടുകാണി ചുരം കയറി പോകുന്ന ആ ഒരു റൂട്ടാണ്. അതോടൊപ്പം തന്നെ താമരശ്ശേരി, മുത്തങ്ങ വഴിയുള്ള റൂട്ടും ഇവർക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 റൂട്ടുകളും രാത്രി യാത്ര നിരോധനമുള്ള റൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പാലക്കാട് വഴി മേട്ടുപ്പാളയം ഊട്ടി ടച്ച് ചെയ്ത് മൈസൂർ എത്തുന്ന റൂട്ടുണ്ട്, അതും പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പറഞ്ഞ ഈ വടക്കൻ മലബാർ കേന്ദ്രീകരിച്ചുള്ള റൂട്ടുകളിലൂടെ മൈസൂർ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു റൂട്ടുകളെല്ലാം തന്നെ ബോർഡർ കടന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും നിങ്ങൾ സ്വീകരിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. കഴിയുന്നതും രാത്രി യാത്രകൾ ഒഴിവാക്കുക, പകൽ സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അങ്ങ് വടക്കേറ്റം നോക്കുകയാണെങ്കിൽ കാസർഗോഡ് വഴി എത്തിച്ചേരാം, അതേമാതിരി തന്നെ കണ്ണൂർ വഴി എത്തിച്ചേരാം, വയനാട് വഴി എത്തിച്ചേരാം, പിന്നെ മലപ്പുറം വഴി എത്തിച്ചേരാം. ഈ 4 വടക്കൻ കേരളത്തിലുള്ള ഈ ഒരു ജില്ലകൾ വഴിയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മൈസൂർ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ മൈസൂർ ദസറ തുടങ്ങിയിട്ട് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞു. അതായത് ഒക്ടോബർ 3-ാം തീയതി തുടങ്ങിയതാണ് ദസറ. പക്ഷെ ഇന്ന് മുതൽ, അതായത് ഈ 6-ാം തീയതി മുതലാണ് അവിടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോർച്ച് ലൈറ്റ് പരേഡ്, അതേപോലെ തന്നെ ഡ്രോൺ ഷോ, പിന്നെ ഒരുപാട് മ്യൂസിക്കൽ ഇവന്റ്സ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മുതൽ അങ്ങോട്ടേക്കുള്ള ഈ ഒരു ആഴ്ച വളരെ പീക്ക് ആഴ്ചയാണ്. ഒരുപാട് തിരക്കും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ആഴ്ച തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വിജയദശമി വരെയുള്ള ദിനങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. പിന്നെ ലൈറ്റിംഗിന്റെ കാര്യമൊന്നും പറയാനുണ്ടാവില്ല, കാരണം മൈസൂർ പാലസ് തൊട്ട് മൈസൂരിലെ സകല സ്ഥലങ്ങളും ഇല്യൂമിനേഷൻ ബൾബുകളുടെ ഒരു ആറാട്ടായിരിക്കും. ഏകദേശം 1 കോടി രൂപ ചെലവ് തന്നെ ഇതിന്റെ മെയിന്റനൻസിന് വേണ്ടി ആവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടാവുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ദിവസം മുതൽ, ഈ 6-ാം തീയതി മുതൽ ഈ ഒരു 12-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസും ഫെസ്റ്റിവൽസും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒക്ടോബർ 6 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടുത്തെ മെയിൻ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 6-ാം തീയതി ശ്രേയ ഘോഷാൽ, 7-ാം തീയതി രവി ബസൂർ, 8-ാം തീയതി ബാദ്ഷാ, 9-ാം തീയതി AR റഹ്മാൻ, 10-ാം തീയതി ഇളയരാജ എന്നിവരുടെ മ്യൂസിക്കൽ ഇവന്റ്സ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതുകൂടാതെ ആകാശത്ത് ഏകദേശം 1500 ഡ്രോൺസുകൾ കൊണ്ട് തീർക്കാൻ പോകുന്ന ഒരു വിസ്മയ കാഴ്ചയുണ്ട് ഇവിടെ. അത് ഒക്ടോബർ 6-7 തീയതികളിൽ കൃത്യം 8-നും 8:15 ഇടയിലായിട്ട് ടോർച്ച് ലൈറ്റ് പരേഡ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇത് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഒക്ടോബർ 6-ഉം 7-ഉം അല്ലാതെ 11, 12 തീയതികൾ കൂടി ഇത് നടക്കുന്നതാണ് എന്നാണ് ഗൂഗിൾ നോക്കി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതുകൂടാതെ ജംബോ സഫാരി പോലുള്ള മറ്റു പരിപാടികളും, അതേപോലെ തന്നെ മൈസൂർ പാലസിലും ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും നടക്കുന്ന വിവിധ ഇനം ആചാരങ്ങളും അതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം ഒട്ടനവധി, എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഇനിയും കൂടുതൽ പരിപാടികൾ ഈ ഒരു ദസറയോടനുബന്ധിച്ച് മൈസൂരിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക തന്നെ വേണം. കുറച്ചുകൂടെ ലിസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദസറ. ലൈഫിൽ ഒരിക്കലെങ്കിലും നേരിട്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് മൈസൂർ ദസറ. അപ്പൊ ഇത്രയുമാണ് കൾച്ചറൽ പ്രോഗ്രാംസും ഫെസ്റ്റിവൽസും ഒക്കെ വരുന്നത്. ഇനി ഇവിടുത്തെ താമസമാണ്. താമസം നോക്കുകയാണെങ്കിൽ വളരെ ടഫ് ആയിരിക്കും ഇവിടുത്തെ താമസം എന്ന് പറയുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ ദസറ സമയങ്ങളിൽ മൈസൂർ സിറ്റിയിൽ ഉള്ള സകലമാന ലോഡ്ജുകളും റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ തന്നെ പ്രീ ബുക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് റൂം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ റൂം ബുക്ക് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ കയ്യിൽ ഒരു ടെന്റോ മറ്റോ കരുതുന്നത് വളരെ നന്നാവും. ടെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ വല്ല കടകളുടെ വരാന്തയിലോ മറ്റോ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ വരില്ല, വാഹനത്തിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ സ്റ്റേ സൗകര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ സമയങ്ങളിൽ. അത് പ്രത്യേകം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം മൈസൂർ ദസറ കാണാൻ വേണ്ടി പോകാൻ. അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരാൻ പറ്റണം. പക്ഷെ അത് ടെക്നിക്കലി വളരെ എന്താ പറയാ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല കാര്യമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്റ്റേ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അതേപോലെ തന്നെ മൈസൂരിൽ നിന്നും നിങ്ങൾ റിട്ടേൺ വരുന്ന ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മൈസൂരിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്ത് ചില റൂട്ടുകൾ, അതായത് മുത്തങ്ങ പോലെയുള്ള നാഗർ പോലെയുള്ള റൂട്ടുകളിൽ രാത്രി സമയത്ത് ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആണ്. 9 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ആ വഴി നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. പിന്നെ നൈറ്റ് തുറക്കുന്ന ചെക്ക് പോസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം വരാം. അതിന്റെ 2 വീലേഴ്സിന് ഈ ചെക്ക് പോസ്റ്റുകളിലൂടെ രാത്രി സമയത്ത് അലൗഡ് ഒന്നല്ല. അതുകൊണ്ട് കാർ ഉപയോഗിക്കേണ്ടി വരും. 2 വീലറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി പകൽ സമയത്ത് മാത്രമേ ഉള്ളൂ പോസിബിൾ ആയിട്ട് കടത്തിവിടാൻ അവർ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വേണം പോകാൻ. അതൊക്കെ ഗൂഗിളും മറ്റും തരുന്ന അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അന്വേഷിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. സോ ഗൈസ്, മൈസൂർ ദസറ കണ്ട് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ കുഞ്ഞു പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വലിയ വീഡിയോ കണ്ട എല്ലാവരോടും എന്റെ ഹൃദയം നന്ദി. സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുവർ ശ്യാം വിശ്വാസ്.